കോൺഗ്രസിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നതിനിടെ UDF നേതൃയോഗം ഇന്ന് നടക്കും. രാവിലെ 10-ന് കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ ആരംഭിക്കുന്ന യോഗത്തിൽ എല്ലാ ഘടകകക്ഷി നേതാക്കളും പങ്കെടുക്കും. കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള തർക്കങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ യോഗത്തിൽ ഉന്നയിക്കും. തീരദേശയാത്രയും തെരഞ്ഞെടുപ്പൊരുക്കവുമാണ് നേതൃയോഗത്തിന്റെ അജണ്ടയെങ്കിലും കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങളാകും പ്രധാന ചർച്ചാ വിഷയം. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ വിഷയം യോഗത്തിൽ ഉന്നയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശശി തരൂർ നടത്തിയ വിമർശനങ്ങളെ തുടർന്ന് കോൺഗ്രസിനുള്ളിൽ വലിയ തർക്കങ്ങൾ ഉടലെടുത്തു. എന്നാൽ ഉള്ളിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ പാർട്ടി നേതൃത്വം ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ഘടകകക്ഷികൾക്ക് പരാതിയുണ്ട്. ചില നേതാക്കൾ പ്രസ്താവനകളിലൂടെ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്തു. ഇത് മുന്നണിക്ക് ക്ഷീണമുണ്ടാക്കുന്നു എന്നതാണ് ഘടകകക്ഷികളുടെ വിമർശനം. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം ചൂണ്ടുപലകയാണെന്ന് ഘടകകക്ഷി നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. കോൺഗ്രസിനുള്ളിലെ തമ്മിലടിയാണ് എല്ലാറ്റിനും കാരണമെന്ന് അവർ വിമർശിക്കുന്നു. മുന്നണി നേതൃയോഗത്തിൽ ഈ വിമർശനം ശക്തമായി ഉന്നയിക്കാനാണ് തീരുമാനം. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും RSPയും ഇതിനകം അതൃപ്തി പരസ്യമാക്കിയിരുന്നു. ഹൈക്കമാൻഡ് നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചത് ചൂണ്ടിക്കാട്ടി വിഷയം തണുപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. അജണ്ടയിലെ വിഷയങ്ങൾക്ക് പുറത്ത് ചർച്ച വേണ്ടെന്ന സന്ദേശം കോൺഗ്രസ് നേതൃത്വം ഘടകകക്ഷി നേതാക്കളെ അറിയിച്ചു കഴിഞ്ഞു. ചില ഘടകകക്ഷി നേതാക്കൾക്ക് തരൂരിനോടുള്ള മൃദു സമീപനത്തിൽ പ്രതിപക്ഷ നേതാവിനും കൂട്ടർക്കും അതൃപ്തിയുമുണ്ട്. കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മുന്നണിയിലെ മറ്റ് പാർട്ടികൾ ഇടപെടേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും വിശേഷിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെയും നിലപാട്. മുസ്ലിം ലീഗ് നേതൃത്വം ഇതിന് എത്രമാത്രം വഴങ്ങുന്നു എന്നാണ് ഇനി അറിയേണ്ടത്. വഴങ്ങിയില്ലെങ്കിൽ UDF നേതൃയോഗം തർക്കത്തിനുള്ള വേദിയായി മാറും. സാലി മുഹമ്മദ്, കൊച്ചി.